ഇത്തവണ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കിനെയാണ് ഈ ദൗത്യം പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. നിലവിലെ MP UDFിലെ ആന്റോ ആന്റണി 4ാം ഊഴം ലക്ഷ്യമിട്ടാണ് ഇത്തവണ രംഗത്തിറങ്ങുന്നത്. 2009 മണ്ഡലം രൂപീകരിച്ചതു മുതൽ ആന്റോ ആന്റണിയെയാണ് പത്തനംതിട്ടക്കാർ ലോക്സഭയിലേക്ക് അയച്ചിരിക്കുന്നത്. 2014 പീലിപ്പോസ് തോമസിനെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തിയ ആന്റോ ആന്റണി 2019 ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജിനെ പരാജയപ്പെടുത്തിയാണ് വിജയം ആവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ 15 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആന്റോ ആന്റണിക്കെതിരെ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന വോട്ടർമാരുടെ അതൃപ്തിയിലാണ് CPM പ്രതീക്ഷയർപ്പിക്കുന്നത്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന CPMന്റെ സംഘടനാ സംവിധാനം ഇടതുപക്ഷത്തിന് എപ്പോഴും പ്രചാരണ തുടക്കത്തിൽ മേൽക്കൈ നൽകാറുണ്ട്. ശബരിമല വിവാദവും രാഹുൽ ഗാന്ധി ഇഫക്റ്റുമാണ് കഴിഞ്ഞ തവണത്തെ തോൽവിയുടെ പ്രധാന കാരണമായി ഇടതുപക്ഷം വിലയിരുത്തുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഇത്തവണ വിലപ്പോവില്ലെന്നതിനാൽ വലിയ ആത്മവിശ്വാസത്തിലാണ് CPM മുന്നോട്ടു പോകുന്നത്. 2009 ഈസി വോക്ക് ഓവർ ആയിരുന്നില്ല തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ ആന്റോ ആന്റണിയെ കാത്തിരുന്നിരുന്നത്. 2009 1 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ 2014 എത്തിയപ്പോൾ ഇത് 60,000-ൽ താഴെയായി കുത്തനെ കുറയുകയാണുണ്ടായത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആസൂത്രകനായിരുന്ന പീലിപ്പോസ് തോമസ് 2ാം വട്ടം ഇടത് സ്വതന്ത്രനായി എതിരാളിയായി എത്തിയതാണ് ആന്റോ ആന്റണിക്ക് തിരിച്ചടിയായിരുന്നത്. 2019 ശബരിമല വിഷയം ആളിക്കത്തിയതും UDFിന് ഗുണമായി. ശബരിമല പ്രചാരണ വിഷയമാക്കി മാറിയതോടെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലം ശക്തമായ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വീണ ജോർജും NDA സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനുമായിരുന്നു ആന്റോ ആന്റണിയുടെ കഴിഞ്ഞ തവണത്തെ എതിരാളികൾ. പോരാട്ടച്ചൂട് ആവോളമറിഞ്ഞ ആ അംഗത്തിൽ ആന്റോ ആന്റണി 3ാമതും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം 50,000-ലും താഴെയായിരുന്നു. ഇത്തവണ ആന്റോ ആന്റണിയുടെ കെടുകാര്യസ്ഥതയും ഇടതുപക്ഷത്തിന്റെ പ്രചാരണായുധമാണ്. ക്രൈസ്തവ വോട്ടുകളെ ഒപ്പം കൂട്ടി മണ്ഡലം പിടിച്ചെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. തോമസ് ഐസക്കിനെ നിയോഗിച്ചതും അതിനുവേണ്ടിയാണ്. ഓർത്തഡോക്സ്, യാക്കോബായ സഭകൾക്ക് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. ഏതെങ്കിലും ഒരു വിഭാഗം എതിരായാൽ മറുവിഭാഗത്തിന്റെ വോട്ട് കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നതാണ് കണക്കുകൂട്ടൽ. സമുദായ നേതൃത്വങ്ങളുമായി തോമസ് ഐസക്കിനുള്ള ബന്ധവും വോട്ടായി മാറുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. മുൻ പൂഞ്ഞാർ MLA ആയ PC ജോർജിന്റെ BJP പ്രവേശനം NDAയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ അത് PC ജോർജിനും നാണക്കേടായി മാറും. 2014 MT രമേശ് നേടിയ 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ അടിത്തറയിൽ നിന്ന് ശബരിമല വിഷയം ശക്തമായ 2019 എത്തിയപ്പോൾ BJPയുടെ വോട്ടുകൾ കുത്തനെയാണ് ഉയർന്നിരുന്നത്. 2 ലക്ഷത്തിനടുത്തുള്ള അടിസ്ഥാന വോട്ടുകൾ കണക്കാക്കിയാണ് ഇത്തവണ BJP പ്രചാരണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും PC ജോർജിന് സ്വാധീനമുണ്ടെന്നാണ് BJPയുടെ വിലയിരുത്തൽ. പത്തനംതിട്ടയിലെ ക്രൈസ്തവ വോട്ടുകളും മോദി എഫക്റ്റിൽ നേടുന്ന നിഷ്പക്ഷ വോട്ടുകളും കൂടിയാകുമ്പോൾ വിജയം കൊയ്യാമെന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതേസമയം ശക്തമായ ത്രികോണ മത്സരത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ചതുപോലെ ഇത്തവണയും വിജയിക്കാമെന്നാണ് ആന്റോ ആന്റണിയും UDFും പ്രതീക്ഷിക്കുന്നത്. പിണറായി സർക്കാരിനെതിരായ ജനവികാരം വോട്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ മുന്നോട്ടു പോകുന്നത്. എന്നാൽ UDFന്റെയും BJPയുടെയും ഈ കണക്കുകൂട്ടലുകളെല്ലാം റിസൾട്ട് വരുമ്പോൾ പാടെ തെറ്റുമെന്നാണ് CPM നേതൃത്വം പറയുന്നത്. ശബരിമല വിവാദത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തി ഇല്ലാത്തതിനാൽ BJPക്കും കോൺഗ്രസിനും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ കിട്ടില്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് എത്തിയതും തോമസ് ഐസക്കിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്.